മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് ലാലേട്ടൻ നായകനായിട്ട് എത്തുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ചിത്രം മാർച്ച് 27-ാം തീയതിയാണ് തിയേറ്ററോട്ടത്തിനുമ്പോൾ. ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് ഉച്ചയ്ക്ക് റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേദനാജനകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു സിനിമ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ ഇപ്പോൾ ലീക്കായിരിക്കുന്ന വാർത്തകളാണ് മിനിറ്റുകൾക്ക് തന്നെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. മലയാള സിനിമാ ലോകം ഇത്രത്തോളം കാത്തിരുന്ന മറ്റൊരു ചിത്രം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന തരത്തിലാണ് ചിത്രത്തിന്റെ റിലീസിംഗ് ഓരോ അപ്ഡേറ്റുകളും സോഷ്യൽ മീഡിയയിലും പ്രേക്ഷകരിലോട്ട് എത്തുന്നത്. ആശീർവാദ് സിനിമാസിന്റെയും ശ്രീ ഗോകുലം മൂവീസിന്റെയും ബാനറിലാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കുന്നത്. പൃഥ്വിരാജാണ് ചിത്രം ഡയറക്ട് ചെയ്യുന്നത്. 2019 പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണിത്. ചിത്രത്തിന്റെ ട്രെയിലർ മാർച്ച് 20 ഉച്ചയ്ക്ക് 1:08 ആശീർവാദിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ട്രെയിലറുകൾ ഒരേ സമയം റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിലെ തമിഴ് ട്രെയിലറാണ് ശ്രീ ഗോകുലം മൂവീസിന്റെ ഉടമസ്ഥതയുള്ള യൂട്യൂബ് ചാനൽ വഴി റിലീസ് ചെയ്തിരിക്കുന്നത്. അവർക്കൊരു തെറ്റ് പറ്റിയതാണ്, മിസ്റ്റേക്ക് പറ്റിയതാണെന്നാണ് തോന്നുന്നത്. എന്തൊക്കെയാണ് മിനിറ്റുകൾക്കകം തന്നെ ഈ ഒരു ട്രെയിലർ അവർ നീക്കം ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് വലിയ ആവേശം തന്നെയാണ് ട്രെയിലർ കണ്ട പ്രേക്ഷകർ ഈ ഒരു സിനിമയ്ക്കായിട്ട് ഇപ്പോൾ വെക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ വളരെയധികം ആളുകളോട്ട് എത്തിയില്ലെങ്കിലും ആരെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്പ്രെഡ് ചെയ്യാതിരിക്കുക. ചിത്രത്തിന്റെ ട്രെയിലർ നാളെ ഉച്ചയ്ക്ക് തന്നെ ആശീർവാദിന്റെ യൂട്യൂബ് ചാനൽ വഴി പുറത്തുവിടുന്നതായിരിക്കും. എന്തൊക്കെയാണ് കാത്തിരിക്കാം ട്രെയിലറിൽ ഒളിപ്പിച്ച രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ലീക്ക്ഡ് ആയിട്ടുള്ള ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ട്രെയിലർ മാക്സിമം നിങ്ങൾ ആരും തന്നെ പ്രൊമോട്ട് ചെയ്യാതിരിക്കാനും കൂടി ശ്രമിക്കുക.